കഥ തുടരുന്നു. അടുത്ത ദിവസം അമിച്ചക്കരി അമേരിക്കൻ ജംഗ്ഷനിൽ ഒരു ഓട്ടോ വന്നു നിന്നു. അതിൽ നിന്ന് മറപ്പുര ഭാർഗവൻ ഇറങ്ങി. പിന്നെ പണം നൽകി ഓട്ടോ പറഞ്ഞയച്ചു. തുടർന്ന് കൈതപ്പൂ ആറ്റിൻകരയിലുള്ള ദത്തൻ്റെ ബംഗ്ലാവിന് നേർക്ക് നടന്നുകൊണ്ട് ഫോൺ കയ്യിലെടുത്തു. ഒന്നാം കരയിൽ നിന്ന് വിളിച്ച ഓട്ടോയാണ്. താൻ എവിടേക്ക് പോകുകയാണെന്ന് ഓട്ടോക്കാരൻ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഭാർഗവൻ ജംഗ്ഷനിൽ ഇറങ്ങിയത്. ദത്തൻ്റെ ബംഗ്ലാവിന് അടുത്ത് ചെന്നതും ഭാർഗവൻ ആർക്കോ ഒരു കോൾ അയച്ചു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ രണ്ടാം നിലയുടെ ബാൽക്കണിയിൽ ഫോണും കാതിൽ അമർത്തിക്കൊണ്ട് ഗൗതം പ്രത്യക്ഷനായി. ദേ ഇവിടെ. ഭാർഗവൻ കൈ ഉയർത്തി കാണിച്ചു. ഗൗതം അയാളെ കണ്ടു. ചേട്ടൻ ബോട്ടിനടുത്തേക്ക് വാ, അവൻ ഫോണിലൂടെ നിർദ്ദേശിച്ചു. ഓ ശരി. കോൾ മുറിച്ച് ഭാർഗവൻ ഫോൺ പോക്കറ്റിലിട്ടു. പിന്നെ കൈതപ്പുവാറിൻ്റെ കരയിൽ ദത്തൻ്റെ ബംഗ്ലാവിനോട് ചേർന്ന കൽക്കെട്ടിലൂടെ ആറ്റിൽ ബന്ധിച്ചിരുന്ന ബോട്ടിന് നേർക്ക് നടന്നു. ചെറിയ സ്പീഡ് ബോട്ടാണത്. സമയം രാവിലെ 11 മണി കഴിഞ്ഞിരുന്നു. ഭാർഗവൻ ഒരു ബീഡി കത്തിച്ച് പുക ആഞ്ഞു വലിച്ചു വിട്ടു. ആറ്റിലെ വെള്ളത്തിന് ഒരു തരം കറുപ്പു നിറം കലർന്നിരുന്നു. 5 മിനിറ്റോളം അയാൾക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും ഗൗതം വന്നു. വെളുത്ത ജുബയും നീല ജീൻസുമായിരുന്നു അവൻ്റെ വേഷം. വാ ചേട്ടാ. ഒരു കുറ്റിയിൽ കെട്ടിയിരുന്ന ബോട്ടിൻ്റെ കയർ അഴിച്ചുകൊണ്ട് ഗൗതം വിളിച്ചു. ഭാർഗവൻ ചെന്ന് ബോട്ടിൽ കയറി. പിന്നെ ഗൗതവും. അവൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നദിയിൽ ഇരുവശത്തേക്കും ഓളങ്ങളുണ്ടാക്കി അത് മുന്നോട്ട് പാഞ്ഞു. എതിരെ വന്ന ചില കൊതുമ്പ് വള്ളങ്ങൾ ആ ഓളത്തിൽ മുകളിലേക്ക് ഉയരുകയും പിന്നെയും വെള്ളത്തിലേക്ക് പതിക്കുകയും ചെയ്തു. വള്ളങ്ങളിലുണ്ടായിരുന്നവർ ബോട്ടിൽ ആരാണെന്ന് കണ്ട് രോഷം കടിച്ചൊതുക്കി. ഗൗതത്തെ ശകാരിച്ചാൽ അതിൻ്റെ ഫലം തങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കുമെന്ന് അവർക്കറിയാം. ബോട്ട് പായിക്കുന്നതിനിടയിൽ ഗൗതം ഒരു സിഗരറ്റ് കത്തിക്കുകയും ജുബയുടെ കൈകൾ പിന്നോട്ട് തെറുത്തു കയറ്റുകയും ചെയ്തു. 5 മിനിറ്റ് നേരത്തെ യാത്ര. ഗൗതം ബോട്ടിൻ്റെ എൻജിൻ ഓഫ് ചെയ്തു. ഓട്ടത്തിൻ്റെ വേഗതയിൽ അത് ആറ്റിത്തീരത്തെ ഷാപ്പിന് മുന്നിലുള്ള പടിക്കെട്ടുകൾക്കരികിൽ നിന്നു. കാത്തു നിന്നിരുന്നത് പോലെ ഒരു ജോലിക്കാരൻ. കയർ ഗൗതം അയാൾക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. അയാൾ കയറിൻ്റെ അഗ്രം അവിടെ നിന്നിരുന്ന തെങ്ങിൻ്റെ കടക്കിൽ കെട്ടി. ചേട്ടൻ വാ. ഗൗതം സിഗരറ്റ് കുറ്റി 2 വിരലുകൾക്കിടയിൽ വെച്ച് കൈതപ്പൂ ആറ്റിലേക്ക് തെറിപ്പിച്ചു. ഗൗതം അനന്തരം മറപ്പുര ഭാർഗവനെയും കൂട്ടി കരയ്ക്ക് കയറി. ദത്തൻ്റെ ഷോപ്പ് തന്നെയായിരുന്നു അതും. അവിടെ ഗൗതത്തിന് മാത്രം ഉപയോഗിക്കാൻ AC-യുള്ള ഒരു റൂമുണ്ട്. എത്ര തിരക്കായാലും ഏത് VIP വന്നാലും മറ്റാർക്കും ആ മുറി തുറന്നു കൊടുക്കാറുമില്ല. ഗൗതത്തിൻ്റെ ആഗമനത്തോടെ ഷാപ്പിലെ ജീവനക്കാരെല്ലാം മുന്നിൽ ആഗതരായി. കൊച്ചുമുതലാളി, അവർ ഭവ്യതയോടെ നിന്നു. നിങ്ങൾ ജോലി ചെയ്തോ? ഒരാളെ മാത്രം എൻ്റെ മുറിയിലേക്ക് വിട്ടാൽ മതി, പറഞ്ഞിട്ട് അവൻ ഷാപ്പിനുള്ളിൽ ഒന്ന് കണ്ണോടിച്ചു. ഹാൾ പോലെയുള്ള നീളൻ മുറിയിൽ 8-10 പേരുണ്ട്. അവരുടെ മുഖത്തൊക്കെ ഒരു ആരാധനാഭാവം. കള്ളും കറിയുമൊക്കെ എങ്ങനെയുണ്ട്? അവൻ അവരോട് ലോഹ്യം കാണിച്ചു. നല്ലതാ മുതലാളി, അവർ സമ്മതിച്ചു. നല്ലത്. ഗൗതത്തിന് ഉള്ളിൽ ചിരി വന്നു. ക്യാബിനുകളിലും ആളുകളുണ്ട്. മൊത്തത്തിൽ ഒരുവിധം നല്ല കച്ചവടമുണ്ട്. ഇനി ഉച്ചയാകുമ്പോൾ തിരക്ക് കൂടുമെന്ന് ഗൗതമിനറിയാം. ജോലിക്കാരൻ AC റൂം തുറന്നു കഴിഞ്ഞിരുന്നു. ഗൗതമും ഭാർഗവനും അതിനുള്ളിൽ കയറി. നല്ല വൃത്തിയും വെടുപ്പുമുള്ള മുറി. ജോലിക്കാരൻ കാത്തുനിന്നു. നീ 2 കുപ്പി, മൂത്തതും തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും കൂടി കൊണ്ടുവാ. ഓ, അയാൾ തിരിഞ്ഞു നടന്നു. പിന്നെ കഴിഞ്ഞ തവണത്തേതുപോലെ പറ്റരുത്. ഒറിജിനൽ തന്നെ വേണം. കുപ്പി മാറിപ്പോകരുത്. അവൻ കണ്ണിറുക്കി. ഗൂഢമായി ഒന്ന് ചിരിച്ചിട്ട് പണിക്കാരൻ പോയി. അല്പനേരത്തിനുള്ളിൽ 2 കുപ്പികളും ആറ്റുവാളക്കറിയും കാച്ചിൽ പുഴുങ്ങിയതും അയാൾ കൊണ്ടുവച്ചു. ഇനി നീ പോയിക്കോ. ആ വാതിലടച്ചേര്. പണിക്കാരൻ പുറത്തിറങ്ങി വാതിലടച്ചു. ഗൗതം റിമോട്ട് എടുത്ത് AC ഓൺ ചെയ്തു. കുപ്പികളിൽ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഗൗതം തനിക്കായി ഒന്നെടുക്കുകയും അടുത്ത കുപ്പി ഭാർഗവൻ്റെ മുന്നിലേക്ക് നീക്കി വയ്ക്കുകയും ചെയ്തു. ഭാർഗവൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. അയാൾ ആർത്തിയോടെ കുപ്പിയെടുത്ത് വായിലേക്ക് ചരിച്ചു. ഏതാണ്ട് പകുതിയോളം അകത്താക്കിയിട്ട് കുപ്പി മേശമേൽ വെച്ചു. ശേഷം ഒരു കാച്ചിൽ കഷ്ണമെടുത്ത് വാളച്ചാറിൽ മുക്കി കടിച്ചു തിന്നു. കള്ള് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? ഗൗതം ചോദിച്ചു. സ്പെഷ്യൽ എടുക്കാൻ മുതലാളി പറഞ്ഞാൽ മോശമാകുമോ? നല്ല ഒന്നാന്തരം സാധനം. ഗൗതം ഉള്ളിൽ ചിരിച്ചു. താൻ കഴിച്ചത് വ്യാജക്കള്ളാണ് എന്നതുണ്ടോ ഭാർഗവൻ അറിയുന്നു. എന്നാൽ ഗൗതത്തിൻ്റെ മുന്നിലിരിക്കുന്നത് അസൽ തെങ്ങും കള്ളും. ഒരു ഗ്ലാസ് നിറയെ പകർന്ന് അവനും കഴിച്ചു. പിന്നെ തിരക്കി. ചേട്ടാ, ഗോപിയങ്കിളുടെ വീട്ടിലെ രാവിലത്തെ അവസ്ഥ എന്താ? വലിയ കളിയും ചിരിയും തമാശയുമൊക്കെ ആയിട്ട് ഒരു ഉത്സവത്തിൻ്റെ മേളമാ. ആ പെണ്ണില്ലേ പല്ലവി, അവളിപ്പം നിലത്തല്ല നടക്കുന്നതെന്നാ ദമയന്തി പറഞ്ഞത്. അവൾ രാവിലെ അങ്ങോട്ട് പോയായിരുന്നു. ഇന്നലെ വാങ്ങിച്ച തുണിയൊക്കെ അമ്മയും മോളും എടുത്ത് കാണിച്ചെന്ന്. കുപ്പി ഉയർത്തി ഒരു കവിൾ കൂടി അകത്താക്കി ഭാർഗവൻ തുടർന്നറിയിച്ചു. ദമയന്തിയെ മാത്രമല്ല, അയൽക്കാരെ ഒക്കെ വിളിച്ച് തുണിത്തരങ്ങൾ മുഴുവൻ കാണിക്കുന്നുണ്ട്. ഗൗതത്തിൻ്റെ ചുണ്ടിൽ ഒരു മന്ദഹാസം തങ്ങി നിന്നു. ചൂണ്ട വിഴുങ്ങിയ മീനിനെ രക്ഷപ്പെടാമെങ്കിൽ ആയിക്കോ എന്ന ഭാവത്തിൽ ചൂണ്ടനൂൽ അയച്ചുവിട്ടിരിക്കുന്ന ചൂണ്ടക്കാരൻ്റെ ഭാവമായിരുന്നു അപ്പോൾ ഗൗതമിന്. അവൻ ഭാർഗവനോട് ഒരു കുസൃതി ചോദ്യം ഉന്നയിച്ചു.
ചേട്ടൻ പിന്നെന്താ അങ്ങോട്ട് പോകാഞ്ഞത്? ഭാർഗവൻ ഗൗതത്തിന് നേർക്ക് ഒരു കൂർത്ത നോട്ടം അയച്ചു. എന്നെ കുരുക്കിയത് പോരാ, പിന്നെ കളിയാക്കുന്നോ മുതലാളി? അയാൾ പിന്നെയും കുടിച്ചു. 14 ദിവസം അകത്ത് കിടന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയൂ. അത് പിന്നെ SP-ക്ക് അശ്ലീല വീഡിയോ അയച്ചാൽ അവർ വെറുതെ ഇരിക്കുമോ? ഗൗതം ഒരു സിഗരറ്റ് കത്തിച്ചു. ആര്? ഞാൻ അയച്ചോ? ദൈവത്തിനാണേ ഞാനല്ലെന്ന്. അത് ആ പല്ലവി ഒപ്പിച്ച പണിയാ. ഇപ്പോഴും ഭാർഗവൻ അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഒക്കെ വിട്ടുകള ചേട്ടാ. ഒരു പക്ഷേ ചേട്ടൻ ഇപ്പോഴും അകത്ത് തന്നെ കിടന്നേനെ. മിടുക്കനായ വക്കീലിനെയല്ലേ ചേട്ടന് വേണ്ടി ഞാൻ ഏർപ്പാടാക്കിയത്. അയാൾക്ക് രൂപ എത്ര കൊടുത്തെന്നോ? അത് ശരിയാണെന്ന ഭാവത്തിൽ ഭാർഗവൻ തലയാട്ടി. എന്നാൽ അപ്പോഴും അയാൾക്ക് സന്ദേഹം. കോടതി കേസെടുക്കുമ്പോൾ എനിക്ക് ശിക്ഷ കിട്ടിയാലോ മുതലാളി? ഏയ്, കോടതിയിൽ വാദം തുടങ്ങണമെങ്കിൽ തന്നെ വർഷങ്ങൾ കഴിയും. ചേട്ടനെ കേസിൽ നിന്ന് ഊരിയെടുക്കാനുള്ള വിദ്യയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഭാർഗവന് സന്തോഷമായി. സമയം കടന്നുപോയി. ഭാർഗവൻ ഇതിനോടകം 6 കുപ്പി കള്ള കത്താക്കി. അതോടെ നല്ല ഫോമിലുമായി. കേട്ടോ മുതലാളി, മുതലാളിക്ക് വേണ്ടി ഞാൻ മരിക്കും. ചാകാൻ മുതലാളി പറഞ്ഞാൽ മതി. ഭാർഗവൻ്റെ നാക്ക് കുഴയുകയാണ്. അതൊന്നും വേണ്ട ചേട്ടാ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നാൽ ഞങ്ങളുടെ എല്ലാ ഷാപ്പിലും ചേട്ടന് ഫ്രീ ആയിട്ട് എന്തും കിട്ടും. അതിനായി ഞാനൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി ചേട്ടന് തരുന്നുണ്ട്. ഗൗതം പ്രോത്സാഹിപ്പിച്ചു. മതി, അത് മതി. എനിക്കങ്ങനെ കുടിച്ചു നടക്കണം. ഭാർഗവൻ താളത്തിൽ തലയാട്ടി. ഗൗതം 50 രൂപയുടെ ഒരു ബണ്ടിൽ കൂടി അയാൾക്ക് സമ്മാനിച്ചു. ഭാർഗവൻ്റെ സന്തോഷം അതിര് കടന്നു. മുതലാളി പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കും. അവിടെ എന്ത് നടന്നാലും ഞാൻ മുതലാളിയെ അറിയിക്കും. അത് മതി. ഗൗതം കൈ ഉയർത്തി ഭിത്തിയിലെ ഒരു സ്വിച്ച് അമർത്തി. നിമിഷത്തിനുള്ളിൽ പഴയ പണിക്കാരൻ വന്നു. നീ ചേട്ടനെ അമേരിക്കൻ ജംഗ്ഷനിൽ കൊണ്ടുപോയി ഒരു ഓട്ടോയിൽ കയറ്റി 1-ാം കരയ്ക്ക് വിടണം. ശരി മുതലാളി. അയാൾ ഭാർഗവനെ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി വല്ലവിധനെയും ബോട്ടിൽ കയറ്റി. അത് വീശിത്തിരിയുമ്പോൾ ഭാർഗവൻ ബോട്ടിനുള്ളിൽ വീണു. പണിക്കാരനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ബോട്ട് ഓടിച്ചു പോയി. 1-ാം കര. ദിവസങ്ങൾ പിന്നിട്ടു. മകളുടെ വിവാഹം അടുത്തുവരുന്നത് കാരണം തങ്കത്തിന് വല്ലപ്പോഴുമേ കട തുറക്കാൻ കഴിയുന്നുള്ളൂ. എല്ലാം ഭംഗിയായി നടന്നു കിട്ടണം എന്നൊരു ആഗ്രഹമേയുള്ളൂ തങ്കത്തിന്. ഒപ്പം അവർ സദാ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പല്ലവിയുടെ വിവാഹം കഴിയുന്നതുവരെ തൻ്റെ രോഗം മൂർച്ഛിക്കരുതേ എന്ന്. കഴിഞ്ഞ കുറേ നാളുകളായി രോഗം ശല്യപ്പെടുത്താതെ നിൽക്കുകയാണ്. ക്ഷണക്കത്തുകൾ അച്ചടിച്ച് മിക്കവാറും എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചന്ദ്രികയും ദത്തനും ഗൗതവുമൊക്കെ മിക്കവാറും വരും. കാര്യങ്ങൾ ഏതുവരെയെന്ന് തിരക്കും. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പരിഹരിക്കും. അവരുടെ സഹായം വലിയൊരു ആശ്വാസമായിരുന്നു തങ്കത്തിന്. ഇതിനിടെ ശ്രീജിത്ത് വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ പല്ലവിയെയും കൂട്ടി ആലപ്പുഴ ശീമാട്ടി ടെക്സ്റ്റൈൽസിൽ പോയി. അവൻ്റെ ഒപ്പം അമ്മ കുസുമവും പല്ലവിയുടെ ഒപ്പം ബാലുവും ഉണ്ടായിരുന്നു. വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് ചന്ദ്രികയും ദത്തനും ഗൗതവും വന്ന് പല്ലവിയെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി കോട്ടയം ഭീമ ജുവലേഴ്സിലേക്ക്. അവിടെ നിന്ന് അവൾക്കുള്ള ആഭരണങ്ങളും ചെറുക്കനെ അണിയിക്കാനുള്ള മാലയും റിങ്ങും എടുത്തു. മടക്കയാത്രയിൽ ഗൗതം പറഞ്ഞു, പല്ലവി, ഇനിയൊരു ഏർപ്പാട് കൂടിയേ ചെയ്യാനുള്ളൂ. സദ്യവട്ടങ്ങൾക്കും പന്തലിനുള്ള ആൾക്കാരെ ഏർപ്പാടാക്കൽ. അത് 2 മണിക്കാണ്. അത് 2 ആദ്യം ചെയ്യേണ്ടതെങ്കിലും നമ്മുടെ കസ്റ്റഡിയിൽ ഇഷ്ടംപോലെ ആളുകൾ ഉള്ളതിനാൽ പ്രയാസമില്ല. പല്ലവി തലയാട്ടി. പല്ലവിക്കൊപ്പം അവർ 3 പേരും ഗോപിദാസിൻ്റെ വീട്ടിലേക്ക് വന്നു. വാങ്ങിയ ആഭരണങ്ങൾ എല്ലാവരെയും കാണിക്കുകയും ചെയ്തു. അടുത്ത വീട്ടിൽ നിന്ന് ദമയന്തിയും വന്ന് എല്ലാം കണ്ടു. പെട്ടെന്ന് തങ്കത്തിനൊരു സന്ദേഹം ഉദിച്ചു. ദമയന്തി ഇക്കാര്യം ഭാർഗവനോട് പറയും. അയാളാണെങ്കിൽ മോഷണ സ്വഭാവം ഉള്ളവനുമാണ്. ഉടൻ തങ്കം ചന്ദ്രികയോട് പറഞ്ഞു, ആഭരണങ്ങൾ തൽക്കാലം ഇവിടെ വയ്ക്കണ്ട. ചന്ദ്രിക വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചാൽ മതി. വിവാഹത്തിൻ്റെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസമോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാ ബുദ്ധി. അത് നേരെ മോളെ. ഭാനുമതിയും പിന്താങ്ങി. എങ്കിൽ അങ്ങനെയാവാം. ചന്ദ്രിക സമ്മതിച്ചു. ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്തേണ്ടെന്ന് അളിയൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ചിറയിൽ തന്നെ പന്തലിടാം അല്ലേ? ദത്തൻ ഗോപിദാസിനെ നോക്കി. മതി, അത് മതി, ഗോപിദാസ് പറഞ്ഞു. എന്നാൽ കേട്ടുനിന്ന പല്ലവിയിൽ ഒരു ഉൾക്കിടലമുണ്ടായി. താൻ കണ്ട സ്വപ്നം, താനും ശ്രീജിത്തും വെള്ളത്തിൽ മുങ്ങുന്നത്, അതൊരു മുന്നറിയിപ്പായിരുന്നോ ദൈവത്തിൻ്റെ? അവളൊന്ന് വിറച്ചു. പല്ലവിയുടെ ചിന്ത മുറിച്ചുകൊണ്ട് ഗോപിദാസ് സംസാരിച്ചു. ഓഡിറ്റോറിയം ആകുമ്പോൾ ഈ വീൽചെയറിൽ വന്ന് ഞാൻ മണ്ഡപത്തിനരികിൽ സ്റ്റേജിൽ ഇരിക്കേണ്ട. ഇവിടെയാകുമ്പോൾ ഈ തിണ്ണയിൽ തന്നെ ഇരുന്ന് എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ താലികെട്ട് കാണാം. മനസ്സ് നിറഞ്ഞതായിരുന്നു ഗോപിദാസിൻ്റെ സ്വരം. മകളുടെ വിവാഹം നിശ്ചയിച്ച ശേഷം അയാൾ വീടിന് പിറകിലെ മുറ്റത്ത് പോയി പാടത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന സമയം വിരളമായിരുന്നു. മിക്കവാറും തിണ്ണയിൽ തന്നെ. റോഡിലൂടെ പോകുന്നവരോടൊക്കെ വിശേഷങ്ങൾ തിരക്കും. അയാൾ തൻ്റെ കുറവുകൾ വിസ്മരിച്ചതുപോലെ മറ്റുള്ളവർക്ക് തോന്നുമായിരുന്നു. പല്ലവിക്കായിരുന്നു അതിലേറെ സന്തോഷം. അച്ഛൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. അളിയൻ്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. തങ്കം കൊണ്ടുകൊടുത്ത ചായ ഊതി കുടിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. പിക്കപ്പ് വാനിൽ പന്തൽ പണിക്കാർ തങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുവന്നിറക്കി. റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിൽ ചിറയിലെ റോഡിന് അപ്പുറവും ഇപ്പുറവുമായാണ് പന്തലിൻ്റെ തൂണുകൾ നാട്ടിയത്.
പിന്നെ മുറ്റത്തിൻ്റെ മുഴുവൻ ഭാഗത്തും പന്തൽ വരക്കത്തക്ക വിധത്തിലും. ഇതിനിടെ ഗൗതത്തിൻ്റെ നിർദ്ദേശാനുസരണം കുറേ പെയിൻറ് പണിക്കാർ വന്നു. അവർ വീടിൻ്റെ ചുമരുകളിൽ കുമ്മായം പൂശി. പല്ലവിയുടെ എടുപ്പിലും നടുപ്പിലും പ്രകടമായ മാറ്റമുണ്ടായിരുന്നു. മുഖത്ത് സദാ പുഞ്ചിരിയും ചുണ്ടിൽ മൂളിപ്പാട്ടും തങ്ങി നിന്നു. ബാലുവിൻ്റെ റിസൾട്ട് വന്ന ദിവസമായിരുന്നു അന്ന്. അവന് 7 A+ഉം 2 Aയുമായിരുന്നു ഗ്രേഡ്. വീട്ടിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവൻ അത്രയും പഠിച്ചല്ലോ എന്നോർത്തപ്പോൾ പല്ലവിക്കും തങ്കത്തിനും ഗോപിദാസിനുമൊക്കെ അഭിമാനം തോന്നി. കോവിഡ് കാലമായതിനാൽ എക്സാം മെയ് മാസത്തിലായിരുന്നു നടന്നത്. അതാണ് റിസൾട്ട് ഇത്രയും വൈകുവാൻ കാരണം. പല്ലവി ബാലുവിനെ അടുത്ത് വിളിച്ചു. അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് തിരക്കി. +1 ഏത് സ്കൂളിൽ ചേരണമെന്നാ മോൻ്റെ ആഗ്രഹം? എനിക്ക് ഞാൻ പഠിച്ച സ്കൂൾ തന്നെ മതി, അവൻ അറിയിച്ചു. വിവാഹത്തിൻ്റെ തലേനാൾ സഖാവ് കർണൻ രാവിലെ തന്നെ എത്തി. തൻ്റെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പിന്നെ പാർട്ടിയുടെ ആത്മാർത്ഥ പ്രവർത്തകരെയും ഒക്കെ വീടുകളിലെ ഏത് ചടങ്ങുകളിലും മുന്നിൽ കാണും കരുണാകരൻ. കാലേക്കുട്ടി എത്തിച്ചേരുകയും ചെയ്യും. കരുണൻ വന്നതോടെ അതുവരെ ഇല്ലാതിരുന്ന അന്തരീക്ഷം സംജാതമായി. എവിടെയും കരുണൻ്റെ ശബ്ദം. 10 മണിയോടെ പാചകക്കാർ വന്നു. വീടിൻ്റെ പിൻഭാഗത്ത് പാചകപ്പുര തയ്യാറാക്കിയിരുന്നു. പാത്രങ്ങളും മറ്റ് സാധനങ്ങളും റോഡിൽ നിന്ന് അവിടേക്ക് നീക്കി. സദ്യയ്ക്ക് വേണ്ട അരിയും പച്ചക്കറികളുമെല്ലാം അവർ തന്നെ കൊണ്ടുവരണമെന്ന് ഗൗതം നിർദ്ദേശിച്ചിരുന്നു. ഒരു സ്പൂണിന് പോലും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത്. അടുപ്പുകൾ ഇവിടെ കൂട്ടുന്നത് നല്ലത്. അപ്പോൾ പച്ചക്കറികൾ അരിയാനും തേങ്ങ ചുരുണ്ടാനുമൊക്കെ ഇവിടെ സ്ഥലം കിട്ടും. കരുണൻ അവർക്ക് സ്ഥലം കാട്ടിക്കൊടുത്തു. തറയിൽ ഒരു പഴയ ടാർപ്പാളിൻ വിരിച്ചിരുന്നു. 11 മണിയോടെ അമിച്ചക്കരിയിൽ നിന്ന് മാധവനും ചന്ദ്രികയും ഗൗതവും എത്തി. നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേടാ? മരുമകനെ രഹസ്യമായി വിളിച്ച് ഭാനുമതി തിരക്കി. ഉണ്ട് ആൻറ്റി, ദത്തൻ സ്വരം താഴ്ത്തി പറഞ്ഞു. പക്ഷേ ഇവിടെ വെച്ചെടുത്താൽ മറ്റുള്ളവർ ശ്രദ്ധിക്കില്ലേ? പിന്നെന്ത് ചെയ്യും? ഭാനുമതിയുടെ മുഖം വാടി. അതിനൊക്കെ മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. അയാളുടെ നോട്ടം മറപ്പുര ഭാർഗവൻ്റെ വീട്ടിൽ ചെന്ന് പതിഞ്ഞു. ഞാൻ പതുക്കെ അങ്ങോട്ട് പോകും. ആൻറ്റിയും സൂത്രത്തിൽ വന്നാൽ മതി. ഭാനുമതിക്ക് സന്തോഷമായി. കസേരയുമായി വന്ന പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവറോട് അല്പനേരം സംസാരിച്ച് നിന്നിട്ട് ദത്തൻ പതുക്കെ ദമയന്തിയുടെ മുറ്റത്തേക്ക് കയറി. ദമയന്തിയും ചന്ദ്രികയും ഗോപിദാസിൻ്റെ വീട്ടിൽ സംസാരിച്ചിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഭാർഗവോ, മുറ്റത്ത് നിന്ന് ദത്തൻ വിളിച്ചു. ഭാർഗവൻ വാതിൽ തുറന്നു. അല്ല, ആരിത്? കയറി വാ. അയാൾ ദത്തനെ സ്വാഗതം ചെയ്തു. ഇതെല്ലാം തിണ്ണയിലിരുന്ന് ഭാനുമതി കാണുന്നുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് ഭാനുമതിയും അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ താറാവിൻ മുട്ട വറുത്ത കുരുമുളക് പൊടി വിതറി അടുപ്പിൽ നിന്ന് പാത്രത്തിലേക്ക് കഷ്ണങ്ങളാക്കി വയ്ക്കുകയായിരുന്നു മറപ്പുര ഭാർഗവൻ. അടുക്കളയിലെ കോൺക്രീറ്റ് സ്ലാബിൽ അല്പം ഒഴിച്ചെടുത്തതിൻ്റെ ബാക്കി മദ്യം ദത്തനും ഭാർഗവനും ഓരോ പെഗ് കഴിച്ചെന്ന് ഭാനുമതിക്ക് മനസ്സിലായി. എടാ, ഒന്ന് വേഗം വേണം. എന്നെ അവിടെ കാണാതെ വന്നാൽ സംശയിക്കും. അവർ തിടുക്കം കൂട്ടി. ആൻറ്റി കഴിച്ചിട്ട് പെട്ടെന്ന് പോയിക്കോ. ദത്തൻ ഒരു ഗ്ലാസ്സിൽ പകുതിയോളം വിസ്കി ഒഴിച്ചു. അതിൻ്റെ ബാക്കി ഭാഗത്ത് വെള്ളവും ചേർത്ത് ഭാര്യ മാതാവിന് നൽകി. ഒറ്റപ്പിടിക്ക് ഭാനുമതി അതകത്താക്കി. പിന്നെ പുറം കൈക്കൊണ്ട് ചുണ്ടു തുറച്ചിട്ട് ഒരു കഷ്ണം മുട്ടയെടുത്ത് തിന്നു. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, കുറേ കഴിഞ്ഞ് വരാം. തിരിഞ്ഞു നടന്ന ഭാനുമതി പെട്ടെന്ന് നിന്നു. എന്നിട്ട് മരുമകനോട് നിർദ്ദേശിച്ചു. ദത്തൻ മോനെ, ഒത്തിരി കഴിച്ചേക്കല്ലേ. പിന്നെ നീ വളവളാന്ന് വർത്താനം പറയും. മറ്റുള്ളവർക്ക് കാര്യം മനസ്സിലാകുകയും ചെയ്യും. ഒരു പെഗ് കൂടിയേ കഴിക്കുന്നുള്ളൂ ആൻറ്റി. സാധനം ഇവിടെ ഇരിക്കുകയല്ലേ, വേണ്ടപ്പോൾ വരാമല്ലോ. പിന്നെ മറ്റാർക്കും മനസ്സിലാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. അത് മതി. ഭാനുമതി പോയി. ചേച്ചി മദ്യം കഴിക്കുമെന്ന് ഞാൻ ആദ്യം അറിയുകയാണ്. മറപ്പുര ഭാർഗവൻ അത്ഭുതം അടക്കാനാവുന്നില്ല. ദത്തൻ ചിരിച്ചു. ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചപ്പോൾ തുടങ്ങിയ ശീലമാ. തുടക്കം തെങ്ങിൻകള്ളിൽ നിന്നായിരുന്നു. പിന്നെ അത് പടിപടിയായി ഉയർന്ന് ഇവിടെ വരെ എത്തി. അയാൾ ചിരിച്ചു. ഭാർഗവൻ 2 ഗ്ലാസുകളിലേക്ക് പിന്നെയും മദ്യം പകർന്നു. അപ്പോൾ പല്ലവിയുടെ സെൽഫോൺ ശബ്ദിച്ചു. അവൾ അതെടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. പെട്ടെന്ന് ആ മുഖം അരുണാഭമായി. അപ്പുറത്ത് ശ്രീജിത്തായിരുന്നു. അവളുടെ മുഖഭാവം ചന്ദ്രിക ശ്രദ്ധിച്ചു. ഓ, ഭാവിവരനായിരിക്കും അല്ലേ? ഞങ്ങളെക്കൊണ്ടെന്ന് വിചാരിക്കേണ്ട. ഫോൺ എടുത്തോ. ചന്ദ്രിക തലയാട്ടി. പല്ലവിക്ക് നാണം വന്നു. അവൾ ഫോണുമായി പുറത്തേക്കിറങ്ങി. വീടിന് മുന്നിലും പിന്നിലും റോഡിലുമെല്ലാം ആളുകളാണ്. ഹലോ. കോൾ എടുത്തുകൊണ്ട് അവൾ ഉഴുതുമറിച്ചിരിക്കുന്ന പാടത്തിൻ്റെ വരമ്പിലേക്ക് കയറി. അവിടെ ഒരു തെങ്ങിൽ ചാരി നിന്നു. എന്തിനപ്പം വിളിച്ചത്? ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ചിണുങ്ങി. ശ്രീജിത്തിൻ്റെ പതിഞ്ഞ ചിരി അവളുടെ കാതുകളിൽ വന്നു വീണു. വിളിച്ചതിന് എന്താ കുഴപ്പം? നാളെ നേരത്തെ പല്ലവി എൻ്റെ ഭാര്യയാ. അതുകൊണ്ട്? കുറുമ്പോടെ അവൾ ചോദിച്ചു. വിവാഹത്തിന് മുമ്പുള്ള ആ ത്രില്ലില്ലേ, അത് വിവാഹം കഴിഞ്ഞാൽ കിട്ടുമോ? അവൻ്റെ ശബ്ദത്തിൽ സ്നേഹം തുളുമ്പി. ആവോ, എനിക്കറിയില്ല. ഞാൻ ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല. അവൾ പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. പല്ലവിയും. ഞാൻ വെറുതെ വിളിച്ചതാ കേട്ടോ, ശ്രീജിത്ത് പറഞ്ഞു. അവിടെ കാര്യങ്ങൾ എത്രയിടം വരെയായി? ഇവിടെ ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അയൽക്കാരൊക്കെ ഉണ്ട്. പിന്നെ പാചകക്കാർ. ആകെ ഒരു ബഹളമയമാ. ബാലു റോഡിലൂടെ തിടുക്കത്തിൽ പോകുന്നത് അവൾ കണ്ടു. എന്തോ അത്യാവശ്യമുള്ളത് വാങ്ങാനാവും. ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. എൻ്റെ 2-3 കൂട്ടുകാരുണ്ട്. പിന്നെ അമ്മാവനും. ഞങ്ങൾക്ക് അങ്ങനെ അടുത്ത ബന്ധുക്കളില്ലല്ലോ. അവൻ്റെ ശബ്ദത്തിലെ ശോകഭാവം പല്ലവി തിരിച്ചറിഞ്ഞു.
സങ്കടപ്പെടല്ലേ ജിത്തേട്ടാ, ഇനി ഞാനില്ലേ, അവൾ അവനെ ആശ്വസിപ്പിച്ചു. ശ്രീജിത്ത് മൂളി. പല്ലവി വിഷയം മാറ്റി. ആൻറ്റി എന്തിയേ? മുറ്റത്തെ പന്തലിലുണ്ട്, അമ്മാവനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. പല്ലവിയെ, മതിയടി മോളെ. ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. പാചകപ്പുരയ്ക്ക് സമീപം നിന്ന് ചന്ദ്രിക കൈമാടി വിളിക്കുന്നു. ഷോ, ആൻറ്റി വിളിക്കുന്നു. അവൾ കോൾ കട്ട് ചെയ്ത് മടങ്ങി വന്നു. എന്താ ആൻറ്റി? ചന്ദ്രിക കുസൃതിയോടെ ചിരിച്ചു. എല്ലാം ഇപ്പോഴങ്ങ് പറഞ്ഞു തീർത്താൽ നാളെ ആദ്യ രാത്രിയിൽ പറയാനൊന്നും കാണത്തില്ല കേട്ടോ. ചന്ദ്രികയുടെ ആ തുറന്നു പറച്ചിൽ കേട്ടപ്പോൾ പല്ലവിയുടെ ഉടലിലൂടെ ഒരു കുളിര് പാഞ്ഞു. ഈ ആൻറ്റിയുടെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കണ്ടേ? വാടി. പല്ലവിയുടെ കൈ പിടിച്ച് ചന്ദ്രിക നടന്നു. ഉച്ചഭക്ഷണം ഹോട്ടലിൽ ഏർപ്പാട് ചെയ്തിരുന്നു ദത്തൻ. കൃത്യസമയത്ത് അവർ അത് കൊണ്ടുവന്നു. സഖാവ് കരുണൻ്റെ നേതൃത്വത്തിൽ മുറ്റത്തെ പന്തലിന് താഴെ ഡെസ്കുകളും കസേരകളും നിരത്തി. ഭക്ഷണപാത്രങ്ങൾ ഒരു ഡെസ്കിന് പുറത്ത് നിരത്തി വെച്ചു. ഇനി എല്ലാവരും വന്നോളൂ, കരുണൻ ഉറക്കെ പറഞ്ഞു. പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞ് ആരും നിൽക്കരുത്. ഒറ്റത്തവണ കൊണ്ട് കാര്യം നടക്കണം. ഒരുപാട് പണിയുള്ളതാ. പിന്നെ വിളമ്പിത്തരാനൊന്നും ആരും കാണുകയല്ല. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടി സൂത്രത്തിൽ ഭാനുമതി ദമയന്തിയുടെ വീട്ടിൽ പോകുകയും അല്പം മദ്യം കൂടി അകത്താക്കുകയും ചെയ്തു. ഇത്തവണ പക്ഷേ മാധവന് കാര്യം മനസ്സിലായി. അയാൾ ഭാര്യയോട് സ്വകാര്യം പറഞ്ഞു. എന്നാലും നീ എന്നെ കൂടി വിളിച്ചല്ലോടി. അതിന് പറ്റിയ സന്ദർഭമല്ലായിരുന്നേ. അവിടെ ഇനിയും ഇരിപ്പുണ്ട്, കുറേ കഴിഞ്ഞ് നിങ്ങൾ പോയി കഴിക്കി. ഭാനുമതി കസേരയിലിരുന്നു. വിഷ്ണനായി മാധവനും. വീടിനുള്ളിൽ ഉള്ളവരെല്ലാം ഇറങ്ങി വന്നേ. ഒരിക്കൽ കൂടി സഖാവ് കരുണൻ വിളിച്ചു. എല്ലാവരും ഇറങ്ങി വന്നു. കൂട്ടത്തിൽ അയൽക്കാരുമുണ്ട്. ചുറ്റുമൊന്ന് നോക്കിയിട്ട് പല്ലവി ദമയന്തിയോട് പറഞ്ഞു. ഭാർഗവൻ ചേട്ടനെ കണ്ടില്ലല്ലോ, ചേട്ടത്തി ഒന്ന് വിളിക്ക്. അങ്ങേര് വരത്തില്ലെന്നേ. ഒഴുക്കമട്ടിലായിരുന്നു ദമയന്തിയുടെ മറുപടി. അത് ശരിയാകത്തില്ല, അയൽവക്കത്ത് ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുമല്ലേ, ഞാൻ പോയി വിളിക്കാം. മറുപടിക്ക് കാക്കാതെ തുറന്നു കിടന്ന തടി ഗേറ്റിലൂടെ പല്ലവി ദമയന്തിയുടെ വീട്ടിലെത്തി. ഭാർഗവൻ ചേട്ടാ വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. എന്നാൽ പെട്ടെന്ന് നിന്നു. മേശപ്പുറത്ത് 3 ഗ്ലാസുകളിൽ മദ്യം ഒഴിച്ചു വച്ചിരിക്കുന്നു. ദത്തനും ഗൗതമും ഭാർഗവനും അതിനരികിൽ നിൽക്കുന്നു. പല്ലവിയെ കണ്ട് ഗൗതം വിളറിപ്പോയി. ആഹാ, ഗൗതം ചേട്ടൻ കുടി നിർത്തിയെന്ന് ചന്ദ്രിക ആൻറ്റി പറഞ്ഞിട്ട്. അവൾ പകുതിക്ക് നിർത്തി. ഗൗതം പരങ്ങി. അത് പല്ലവി. അവൻ ചിരിച്ചു. അതൊന്നും സാരമില്ലെന്നേ. പിന്നെ ചന്ദ്രിക ആൻറ്റി അറിയണ്ട കേട്ടോ. തുടർന്ന് അവൾ ഭാർഗവനെ നോക്കി. ഭാർഗവൻ ചേട്ടൻ ഇങ്ങനെ നിന്നാൽ പറ്റില്ല, വേഗം അങ്ങോട്ട് വാ. ആദ്യം ആഹാരം, അത് കഴിഞ്ഞ് അവിടെ തന്നെ കാണണം. നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ആഘോഷം? പല്ലവി, ഞാൻ. ഭാർഗവൻ വിളറി. ഒന്നും പറയണ്ട, ചേട്ടൻ വന്നിരിക്കണം. ദത്തനെങ്കിലും ഗൗതം ചേട്ടനും പെട്ടെന്ന് വാ, ചന്ദ്രിക ആൻറ്റി തിരക്കുന്നുണ്ട്. പറഞ്ഞിട്ട് അവൾ മടങ്ങിപ്പോയി. കുറ്റപ്പെടുത്തും മട്ടിൽ ദത്തൻ ഗൗതത്തെ നോക്കി. അടിയേറ്റതുമാതിരി നിൽക്കുകയാണ് അവൻ. ഭാർഗവനാണെങ്കിൽ ഒരു സംശയം, പല്ലവി തന്നെ പരിഹസിച്ചതാണോ എന്ന്. കഥ തുടരും.